ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട IT ആക്ടുമായി ബന്ധപ്പെട്ടും സൈബർ ക്രൈം പ്രോട്ടോകോൾസ് തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആണ്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക്കാണ് ഇത്. സുപ്രീം കോടതി 66A നീക്കം ചെയ്ത ദിവസം 2025 മാർച്ച് മാസം 24 സുപ്രീം കോടതി 66A നീക്കം ചെയ്തത്. 2015 മാർച്ച് 24. ഇന്ത്യയിൽ സൈബർ നിയമം പാസാക്കിയത് 2000 ജൂൺ മാസം 9 ഇന്ത്യയിൽ സൈബർ നിയമം പാസാക്കിയത്. സൈബർ നിയമം നിലവിൽ വന്നത് 2000 ഒക്ടോബർ 17 നിലവിൽ വന്നത്. ഒക്ടോബർ 17, 2000 ആണ് നിലവിൽ വന്നത്. നിയമം പാസാക്കിയത് ജൂൺ 9 IT ആക്ട് നിലവിൽ വരുന്ന സമയത്ത് എത്ര ചാപ്റ്റർ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 13 ചാപ്റ്ററും എത്ര ഭാഗങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 94 ഭാഗങ്ങൾ, പട്ടികകൾ 4. ചാപ്റ്ററിന്റെ എണ്ണം 13, പാർട്ട് 94, പട്ടികകൾ 4. ചാപ്റ്റേഴ്സ് 13, ഭാഗങ്ങൾ 94, പട്ടികകൾ 4. ചാപ്റ്റേഴ്സ് 13, ഭാഗങ്ങൾ 94, പട്ടികകൾ 4. ഈ സൈബർ നിയമം ഭേദഗതി ചെയ്തിട്ടുണ്ട്. 2008 ഡിസംബർ 23, 24 തീയതികളിൽ ആണ് ഈ സൈബർ നിയമം ഭേദഗതി ചെയ്തത്. 2008 ഡിസംബർ 23. നിലവിൽ വന്നത് 2009 ഒക്ടോബർ 27 നിലവിൽ വന്നത് ഒക്ടോബർ 27, 2009 ഈ സംഭവം നിലവിൽ വന്നത്. ഭേദഗതി വരുത്തിയതിനു ശേഷം ചാപ്റ്ററുകളുടെ എണ്ണം 14, ഭാഗങ്ങൾ 124, പട്ടികകൾ 2 ആയി. എത്രയായി? അമെൻമെന്റ് ചെയ്തതിനു ശേഷം ചാപ്റ്റർ 14, ഭാഗങ്ങൾ 124, പട്ടികകൾ 2. ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പം ജനറൽ എക്സാംസിനൊക്കെ വരുന്നതാണ്. സോ അതുകൂടെ പഠിച്ചു വെച്ചിരിക്കണം. ഭേദഗതി വരുത്തിയതിനു ശേഷം, ഭേദഗതി വരുത്തുന്നതിന് മുൻപ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ. ചാപ്റ്റർ 14, ഭാഗങ്ങൾ 124, പട്ടികകൾ 2. ഇനി നമ്മൾ കുറച്ച് സൈബർ ക്രൈംസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്കിലേക്കാണ് പോകുന്നത്. ഇന്ത്യയിൽ സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് സർട്ടിൻ. അതായത് ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം എന്നാണ് ഇതിന്റെ ഫുൾ ഫോം. സർട്ട് ഇൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം. കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം, ഇന്ത്യ. കമ്പ്യൂട്ടർ എക്സ്പേർട്ടുകൾ ബാങ്കുകളിൽ നടത്തുന്ന ഫിനാൻഷ്യൽ കുറ്റകൃത്യത്തിന് പറയുന്ന പേര് സലാമി അറ്റാക്ക് എന്നാണ്. കമ്പ്യൂട്ടർ എക്സ്പേർട്ടുകൾ ബാങ്കുകളിൽ നടത്തുന്ന ഫിനാൻഷ്യൽ കുറ്റകൃത്യങ്ങൾക്ക് സലാമി അറ്റാക്ക് എന്നാണ് പറയുന്നത്. പ്രശസ്തമായ വെബ്സൈറ്റുകളുടെ ഡൊമൈൻ നാമത്തിന് സദൃശ്യമായിട്ട് ഡൊമൈൻ നാമം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഉപഭോക്താക്കളെ ആകർഷിച്ച് സാമ്പത്തിക ലാഭം നേടുന്നത് സൈബർ സ്ക്വാട്ടിംഗ് എന്നാണ് പറയുന്നത്. എന്താണ് സൈബർ സ്ക്വാട്ടിംഗ്? അതായത് ഡൊമൈൻ ഒരുപോലെയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ചെറിയൊരു വ്യത്യാസം അവസാനം കൊണ്ടുവച്ചിട്ട് എക്കണോമിക്കലി കുറെ ആൾക്കാർ ലാഭം ഉണ്ടാക്കുന്നതാണ് സൈബർ സ്ക്വാട്ടിംഗ് എന്ന് പറയുന്നത്. സൈബർ സ്ക്വാട്ടിംഗ്. ഇനി മറ്റൊരാളുടെ യൂസർ നെയിമും പാസ്വേഡ്, ക്രെഡിറ്റ് കാർഡ് വിശദാംശങ്ങൾ എന്നിവ ആൾമാറാട്ടം നടത്തി തെറ്റിദ്ധരിപ്പിച്ച് നേടിയെടുക്കാൻ. അപ്പൊ ആൾമാറാട്ടമാണ് ഏതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഫിഷിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊരാളുടെ യൂസർ നെയിമും പാസ്വേഡും ക്രെഡിറ്റ് കാർഡ് വിശദാംശങ്ങൾ എന്നിവ ആൾമാറാട്ടം നടത്തി തെറ്റിദ്ധരിപ്പിച്ച് നേടിയെടുക്കാൻ ശ്രമിക്കുന്നത് ഫിഷിംഗ് ആണ്. ഇന്റർനെറ്റ്, ഇമെയിൽ, ഫോൺ കോൾ, ടെക്സ്റ്റ് മെസ്സേജ്, വെബ് ക്യാമറ, വെബ്സൈറ്റ് എന്നിവയിൽ ഏതെങ്കിലും ഉപയോഗിച്ച് നടത്തുന്ന ഭീഷണിയാണ് സൈബർ സ്റ്റോക്കിംഗ് എന്ന് പറയുന്നത്. STALKING, സ്റ്റോക്കിംഗ്. അതായത് ഇന്റർനെറ്റ് വഴിയിട്ടോ ഇമെയിൽ, ഫോൺ കോള്, ടെക്സ്റ്റ് മെസ്സേജ്, വെബ് ക്യാമറ, വെബ്സൈറ്റ് എന്നിവയിൽ ഏതെങ്കിലും ഉപയോഗിച്ച് നടത്തുന്ന ഒരു ത്രെട്ടനിങ് ആണ് സൈബർ സ്റ്റോക്കിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ ഫിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾമാറാട്ടം ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് അവരുടെ പാസ്വേഡും യൂസർ നെയിമും ഒക്കെ വേറെ ആൾമാറാട്ടം നടത്തിയിട്ട് ആ ഒരു വിവരങ്ങളൊക്കെ തട്ടിയെടുക്കുന്ന ഒരു ഇതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കമ്പ്യൂട്ടറിന്റെ ഏതെങ്കിലും ഭാഗമോ മോഷ്ടിക്കുകയോ കമ്പ്യൂട്ടറിലെ ഏതെങ്കിലും വിവരങ്ങൾ നശിപ്പിക്കുകയോ. അപ്പൊ അതായത് ഒന്നുകിൽ കമ്പ്യൂട്ടറിന്റെ ഏതെങ്കിലും ഭാഗങ്ങൾ മോഷ്ടിക്കുകയോ ഏതെങ്കിലും വിവരങ്ങൾ നശിപ്പിക്കുകയോ ചെയ്യുന്നത് സൈബർ വാൻഡലിസം എന്ന പേരിൽ അറിയപ്പെടുന്നതാണ്. സൈബർ വാൻഡലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിന്റെ ഏതെങ്കിലും ഭാഗമോ മോഷ്ടിക്കുകയോ ഏതെങ്കിലും വിവരങ്ങൾ നശിപ്പിക്കുകയോ ചെയ്യുന്നത് സൈബർ വാൻഡലിസം. കമ്പ്യൂട്ടർ, സ്കാനർ, പ്രിന്റർ എന്നിവയുടെ സഹായത്തോടെ കൃത്രിമമായിട്ടുള്ള കറൻസികൾ, പോസ്റ്റൽ സ്റ്റാമ്പ്, മാർക്ക് ലിസ്റ്റ് എന്നിവ നിർമ്മിക്കുന്ന രീതിയാണ് സൈബർ ഫോർജറി എന്ന് പറയുന്നത്. ഇപ്പൊ സൈബർ ഫോർജറി എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ, സ്കാനർ, പ്രിന്റർ എന്നിവയുടെ സഹായത്തോടെ കൃത്രിമമായിട്ട് കറൻസികളും പോസ്റ്റൽ സ്റ്റാമ്പ്, മാർക്ക് ലിസ്റ്റ് എന്നിവ നിർമ്മിക്കുന്ന രീതിക്ക് പറയുന്ന പേരാണ് സൈബർ ഫോർജറി. ഇപ്പൊ സൈബർ വാൻഡലിസം എന്താണ്?
കമ്പ്യൂട്ടറോ കമ്പ്യൂട്ടറിന്റെ ഏതെങ്കിലും ഭാഗമോ മോഷ്ടിക്കുകയോ ഏതെങ്കിലും വിവരങ്ങൾ നശിപ്പിക്കുകയോ സൈബർ വാൻഡലിസം. സൈബർ ഫോർജറി എന്താണ്? കമ്പ്യൂട്ടർ, സ്കാനർ, പ്രിന്റർ, അതായത് കൃത്രിമമായിട്ട് കറൻസികളോ പോസ്റ്റൽ സ്റ്റാമ്പ്, മാർക്ക് ലിസ്റ്റ് എന്നിവ നിർമ്മിക്കുന്നത് സൈബർ ഫോർജറിയാണ്. സ്വയം കോപ്പികൾ സൃഷ്ടിക്കാതെ തന്നെ കമ്പ്യൂട്ടറിന്റെ സുരക്ഷയെ ബാധിക്കുകയും നശിപ്പിക്കുകയോ ചെയ്യുന്ന കമ്പ്യൂട്ടർ വൈറസ് ആണ് ട്രോജൻ. സ്വയം കോപ്പികൾ സൃഷ്ടിക്കാതെ തന്നെ കമ്പ്യൂട്ടറിന്റെ സുരക്ഷയെ ബാധിക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യുന്ന കമ്പ്യൂട്ടർ വൈറസ് ട്രോജൻ. ഇനിയും രാജ്യത്തിന്റെ ഏകത, പരമാധികാരം, സുരക്ഷ ഇവയ്ക്കെതിരെ സൈബർ സാങ്കേതിക വിദ്യയിലൂടെ നടത്തുന്ന പ്രവർത്തനം ഏത് പേരിൽ അറിയപ്പെടുന്നു? സൈബർ ടെററിസം എന്നറിയപ്പെടുന്നു. ഏകത, പരമാധികാരം, സുരക്ഷ ഇവയ്ക്കെതിരെ സൈബർ സാങ്കേതിക വിദ്യകളിലൂടെ നടത്തുന്ന പ്രവർത്തനം സൈബർ ടെററിസം. കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങൾ നൽകുമ്പോഴോ നൽകുന്നതിന് മുൻപോ മനഃപൂർവ്വം അതിലെ ഡേറ്റ മാറ്റം വരുത്തുന്ന കുറ്റകൃത്യമാണ് ഡേറ്റ ഡിഡ്ലിംഗ് എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങൾ നൽകുമ്പോഴോ നൽകുന്നതിന് മുൻപോ മനഃപൂർവ്വം അതിലെ ഡേറ്റ മാറ്റം വരുത്തുന്ന കുറ്റകൃത്യമാണ് ഡേറ്റ ഡിഡ്ലിംഗ് എന്ന് പറഞ്ഞത്. കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങൾ നൽകുമ്പോഴോ നൽകുന്നതിന് മുൻപോ മനഃപൂർവ്വം അതിലെ ഡേറ്റ മാറ്റം വരുത്തുന്ന കുറ്റകൃത്യമാണ് ഡേറ്റ ഡിഡ്ലിംഗ് എന്ന് പറഞ്ഞത്. നെറ്റ്വർക്കിൽ ഓരോ കമ്പ്യൂട്ടറും പാലിക്കേണ്ട നിയമമാണ് ഏത്? പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. ഒരു നെറ്റ്വർക്കിൽ ഓരോ കമ്പ്യൂട്ടറും പാലിക്കേണ്ട നിയമമാണ് പ്രോട്ടോകോൾ. ഇന്റർനെറ്റ് വഴിയുള്ള ആശയവിനിമയം സുരക്ഷിതമാക്കാനുള്ള പ്രോട്ടോകോളാണ് HTTPS എന്ന് പറയുന്നത്. ഇന്റർനെറ്റ് വഴിയുള്ള ആശയവിനിമയം സുരക്ഷിതമാക്കാനുള്ള പ്രോട്ടോകോളിന്റെ പേരെന്താണ്? HTTPS. HTTPS എന്നാണ് ഇന്റർനെറ്റ് വഴിയുള്ള ആശയവിനിമയം സുരക്ഷിതമാക്കാനുള്ള പ്രോട്ടോകോൾ. ഒരു നെറ്റ്വർക്കിൽ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ ആണ് TCP/IP എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരു നെറ്റ്വർക്കിൽ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ ആണ് TCP/IP. അതായത് ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ഓർ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ എന്നതാണ് അതിന്റെ ഫുൾ ഫോം. ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ഓർ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ എന്നതാണ് ഒരു നെറ്റ്വർക്കിൽ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ TCP/IP എന്ന് പറഞ്ഞത്. ഇമെയിൽ അയക്കുന്നതിനുള്ള പ്രോട്ടോകോൾ ആണ് SMTP എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഇമെയിൽ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് SMTP ഉപയോഗിക്കുന്നു. സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് SMTP സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ഇനി നമുക്കത് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ POP2 എന്നൊക്കെ പറയുന്ന പ്രോട്ടോകോൾ ആണ് യൂസ് ചെയ്യുന്നത്. POP2 അതായത് പോസ്റ്റ് ഓഫീസ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത്? ഇമെയിൽ റിസീവ് ചെയ്യാൻ. സെൻഡ് ചെയ്യാൻ എന്താ? SMTP സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇമെയിൽ ഏതാണ്? POP2 അതായത് പോസ്റ്റ് ഓഫീസ് പ്രോട്ടോകോൾ ആണ് യൂസ് ചെയ്യുന്നത്. ഒരു നെറ്റ്വർക്കിൽ ഫയൽ ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ ആണ് ഏത്? ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞു. ഒരു നെറ്റ്വർക്കിൽ ഫയൽ ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ ആണ് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ, FTP എന്ന് പറഞ്ഞത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെക്കുക. നമ്മൾക്ക് ടെലഗ്രാമിൽ കൂടി പുതിയ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റഡി പ്ലാൻ ആണ്. അതിനകത്ത് PDF-ഉം ഡെയിലി ടൈം ടേബിളും റെക്കോർഡ് വീഡിയോയും അവൈലബിൾ ആണ്. ഇപ്പൊ നമ്മൾ 5 days ആണ് ആയിട്ടുള്ളത്. അപ്പൊ അതിൻ്റെയും റെക്കോർഡ് സെഷൻസ് എല്ലാം ഇപ്പൊ തന്നെ അവൈലബിൾ ആയിരിക്കും. 208 ടോപ്പിക്സ്. ഇനി അധികം സമയമില്ലല്ലോ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എല്ലാ ഡേറ്റുകളും വന്നിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ച് കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കാന്നിട്ടുണ്ടെങ്കിൽ GK പോർഷൻസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. താല്പര്യമുള്ളവർ ഈ ഒരു നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ആൻഡ് ലവ് യു ഓൾ.